നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. 18 ജില്ലകളിലെ 121 സീറ്റുകളിൽ വിധിയെഴുതും. ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഗുരുതര ക്രമക്കേടുകൾ ആരോപിച്ച് രാഹുൽ ഗാന്ധി. കോൺഗ്രസിന്റെ പരാജയത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന. 25 ലക്ഷം കള്ളവോട്ടുകൾ നടന്നു എന്ന് രാഹുൽ. വോട്ടർ ലിസ്റ്റിൽ ഒരു പരാതിയും വന്നിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി. എത്ര സ്വർണം നഷ്ടമായെന്ന് കണ്ടെത്തണമെന്ന് കോടതി. ശാസ്ത്രീയ അന്വേഷണത്തിന് SITക്ക് അനുമതി. ശ്രീകോവിലിന് പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി. കട്ടിളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു 3-ാം പ്രതി. വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് VD സതീശൻ. ആരോഗ്യവകുപ്പിൽ ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. വിവിധ ആശുപത്രികളിൽ 202 ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കും. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിലും പുതിയ തസ്തികകൾ. ലെ തെരഞ്ഞെടുപ്പിൽ വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച TVK പ്രമേയം പാസാക്കി. തീരുമാനം അണ്ണാ DMK സഖ്യശ്രമങ്ങൾ TVK തള്ളിയതിനു പിന്നാലെ. മത്സരം TVKയും DMKയും തമ്മിലെന്ന് വിജയ്. ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ഗാസയെ നിരായുധീകരിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ഇസ്രായേൽ. ടണലുകൾ തകർക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ബീഹാറിൽ 1-ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. 18 ജില്ലകളിലെ 121 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പട്ന, വൈശാലി, മുസാഫർപൂർ, ഗോപാൽഗഞ്ച് എന്നിവിടങ്ങളിൽ 1-ാം ഘട്ടത്തിലാണ് വിധിയെഴുത്ത്. RJDയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്, BJP ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ ജനവിധി തേടുന്നുണ്ട്. കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. 3,70,00,000 വോട്ടർമാരാണ് 1-ാം ഘട്ടത്തിലെ വോട്ടർമാർ. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതുമ്പോൾ മഹാസഖ്യത്തെ സംബന്ധിച്ച് നിർണായകമാണ് ഈ ഘട്ടം. കഴിഞ്ഞ തവണ ഈ 121 സീറ്റുകളിൽ 60 ഇടത്തും മഹാസഖ്യം വിജയിച്ചതാണ്. എന്നാൽ കാര്യങ്ങൾ ഇത്തവണ അത്ര അനുകൂലമല്ല. പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടിയും OYCയുടെ AIMIMഉം പ്രതിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് NDAയുടെ നീക്കങ്ങൾ അത്രയും. 2020 വോട്ട് ചെയ്തതിൽ 59% സ്ത്രീ വോട്ടർമാരായിരുന്നു. പുരുഷന്മാരെക്കാൾ 5% അധികം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തി. ബീഹാർ വിരുദ്ധ പരാമർശവും സ്ത്രീ വിരുദ്ധ പരാമർശവുമെല്ലാം BJP തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധം ആക്കിയിട്ടുണ്ട്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും RJD നേതാവുമായ തേജസ്വി യാദവ് മത്സരിക്കുന്ന ഖരഗ്പൂർ, ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൌധരിയും വിജയ് കുമാർ സിൻഹയും മത്സരിക്കുന്ന താരാപൂർ, ലക്സരായി എന്നിവയാണ് ശ്രദ്ധേയ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ. മഹുവ മണ്ഡലത്തിൽ നിന്ന് തേജസ്വിയുടെ സഹോദരൻ തേജ് പ്രതാപും ജനവിധി തേടുന്നുണ്ട്. കൊലപാതക കേസിൽ അറസ്റ്റിലായ JDU നേതാവ് അനന്ത് സിംഗും 1-ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നു. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയനു പുറമെ ത്രിപുര സ്റ്റേറ്റ് റൈഫിൾസും സുരക്ഷയ്ക്കായി ബീഹാറിലുണ്ട്. സംഘർഷബാധിത മേഖലയിൽ ഉൾപ്പെടെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 342 നിരീക്ഷകരാണ് തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്കായി ബീഹാറിൽ ഉള്ളത്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പോളിംഗ് സമയം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി വോട്ട് മോഷ്ടിച്ചാണ് BJP അധികാരത്തിലെത്തിയതെന്ന് രാഹുൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണ് ക്രമക്കേട് നടന്നതെന്നും രാഹുൽ ഡൽഹിയിൽ പറഞ്ഞു. ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് 22 കള്ളവോട്ടുകൾ ചെയ്തുവെന്നും രാഹുൽ ആരോപിക്കുന്നു. അതേസമയം രാഹുൽ ഗാന്ധി ഭരണഘടനാ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP ആരോപിച്ചു. An entire state has been stolen. We suspected, once we did Madhepura, once we did Aland, we suspected that this is not just happening in individual constituencies, it is happening at the state level and at the national level. We got a lot of complaints in Haryana from our candidates that something was wrong, something was not working.
their predictions all went upside down. We had experienced this in Madhya Pradesh, experienced it in Chhattisgarh, Maharashtra, but we decided to zoom into Haryana and go into details about what had happened there. As you all know, all polls pointed to a Congress victory. These are exit polls that we have on the screen. 5 top exit polls after the elections have taken place are saying Congress is sweeping from 58, 54 to 62 seats. Some are giving BJP 20, some are giving BJP 28, but it's very clear that this is a massive sweep. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ അനുമതി. ഇതിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കാം. ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം നടത്താനും നിർദ്ദേശമുണ്ട്. പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ചെന്നൈയിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായി അറിയണം. പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും കോടതി പറഞ്ഞു. ആരെല്ലാം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കെല്ലാം അന്വേഷണം എത്തണം. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും SITയോട് ഹൈക്കോടതി പറഞ്ഞു. അടച്ചിട്ട കോടതി മുറിയിലാണ് SITയുടെ 2ാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ SPS ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി. 10 ദിവസത്തിനിടെ അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടായി എന്നും കോടതി വിലയിരുത്തി. ശബരിമലയിലെ പഴയ വാതിലിൽ കേടുപാടുണ്ട് എന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതെന്ന് വാതിലിന്റെ ശില്പി ഇടവള്ളി നന്ദൻ. ഡോറിന്റെ പണം തന്നത് അജികുമാർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു സ്പോൺസറാണ് എന്നാണ് പറഞ്ഞത്. വാതിലിന്റെ പണി നടന്നത് ബംഗളൂരുവിലാണ്. ചെമ്പിന്റെ പണി ഹൈദരാബാദിലാണ് ചെയ്തത്. പഴയ വാതിലിന്റെ ലോക്ക് പുതിയതിലേക്ക് വെച്ചു. പുതിയ വാതിൽ പൂശിയത് സ്വർണ്ണമാണോ അല്ലയോ എന്നറിയില്ല എന്നും ഇളവള്ളി നന്ദൻ തൃശ്ശൂരിൽ പറഞ്ഞു. പഴയ ഡോറ് പുതിയതാക്കി പണിയണം, അതിന് കേടുപാടുണ്ട്, എലി കടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഏൽപ്പിക്കുന്നത്. അതാദ്യം ഈ കാര്യം പറയണത് ബാംഗ്ലൂർ ജലഹല്ലി അയ്യപ്പ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി GSN പോറ്റി, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ ശബരിമലയിൽ സ്വർണ്ണവാതിൽ പുതിയതായിട്ട് ഉണ്ടാക്കണം, നന്ദന് ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വലിയ അഭിമാനമായിട്ടുള്ള കാര്യമുള്ളൂ, തീർച്ചയായിട്ടും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊരാൾ ബന്ധപ്പെടുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കണത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഡോർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ അളവെടുക്കാനൊക്കെ ആയിട്ട് ഇന്ന് പോയി. അളവെടുത്ത് അപ്പോൾ അതിൽ അജീർണാവസ്ഥ നടന്നു ആ പഴയ ഡോറിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിനേ കേടുള്ളൂ, അതിൻ്റെ മറ്റ് കവറിങ്ങിനൊന്നും കേടില്ല. അതിൽ എലി കിടക്കേണ്ടത് പറഞ്ഞാണ് അത് കേടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പുതിയ ഡോർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പുതിയ ഡോറിന് വേണ്ടി മരം തൃശ്ശൂരിൽ നിന്ന് എടുത്തു. അതിനുശേഷം ആ മരം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ബാംഗ്ലൂർ ശ്രീരാമപുരത്ത് വെച്ച് പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമപുരത്ത് വെച്ചിട്ടാണ് ഈ ഡോർ പണിയണത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N. വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളികൾ രേഖകളിൽ ചെമ്പാക്കിയത് വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന കാലത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് VD സതീശൻ പറഞ്ഞു. 2018 മുതൽ 2025 വരെ ശബരിമല കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പുകൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ നിലവിലെ ദേവസ്വം ബോർഡിന് ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല രാഷ്ട്രീയ നിയമനം നടത്തിയ ആളുകൾക്കും പങ്കുണ്ടായെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കോടതി മേൽനോട്ടം ഉള്ളതുകൊണ്ട് മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. തെറ്റ് ചെയ്ത രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ബോർഡ് പിരിച്ചുവിടണമെന്നും സണ്ണി ജോസഫ് കൊല്ലത്ത് ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കേസിൽ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല പങ്ക്, ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനം വഴി അധികാരത്തിൽ വന്ന നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട്. മിനിറ്റ്സ് തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഭരണസമിതിയുടെ മിനിറ്റ്സാണ്. ഭരണസമിതി നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ്, ബോധപൂർവമാണ് അവരെ പോറ്റിയുടെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ടാണ് അവർ ചെന്നൈയിൽ സന്ദർശനം നടത്തിയതെന്നുൾപ്പെടെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കോടതിയുടെ നിരീക്ഷണം വളരെയേറെ ഗൗരവമേറിയതാണ്. ഗവൺമെൻറ്റും പോലീസും പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടി ഭരണസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ
അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നതിൽ സന്തോഷമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. ദേവസ്വം ബോർഡിനെതിരായ കോടതിയുടെ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേസിൽ അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശരിയായ രൂപത്തിൽ അന്വേഷണം നടക്കുന്ന ഏറ്റവും സന്തോഷകരമല്ല, അത് നമ്മൾ ആഗ്രഹിച്ചത്. എന്താണെന്ന് പരിശോധിച്ചിട്ട് ഞാൻ പറയാം, അല്ലാതെ ഞാൻ കണ്ടില്ല. ഞങ്ങൾ മീറ്റിങ്ങിലായിരുന്നു, തുടർച്ചയായ മീറ്റിങ്ങിലായിരുന്നു. കോടതി എന്താ പറഞ്ഞൊന്നും കേട്ടില്ല, അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കവും കണ്ടില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം, നന്നായി അത് അന്വേഷിക്കണം, എല്ലാ കാര്യവും വെളിയിൽ വരണം. അതുകൊണ്ടാണല്ലോ SIT ചുമതലപ്പെടുത്താൻ നമ്മൾ ഗവൺമെൻറ് പറഞ്ഞു, കോടതി അതിനെ അംഗീകരിച്ചു, ഹൈക്കോടതിയുടെ മേൽനോട്ടം നടക്കുന്നു. മുഴുവൻ റിപ്പോർട്ട് പുറത്ത് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം പ്രതികരിക്കും. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അതിനിടയ്ക്ക് കയറി, അതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നൊരു അന്വേഷണം, അതിനിടയ്ക്ക് കയറി ഞങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തുന്നു. CIയുടെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് രാവിലെ 10 മണിയോടെ സന്നിധാനത്ത് എത്തിയത്. ശ്രീകോവിൽ കട്ടളപ്പാളിയിലെ സ്വർണം കവർച്ച ചെയ്ത കേസുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് സംഘം സന്നിധാനത്ത് നടത്തുന്നത്. കട്ടളപ്പാളികൾ സംബന്ധിച്ച രേഖകളുടെ പരിശോധനയും വിശദമായ തെളിവെടുപ്പും പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. നേരത്തെ 2 തവണ സന്നിധാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ സർക്കാർ കൊണ്ടുവരുന്ന ഓർഡിനൻസിൽ ഒപ്പിടരുത് എന്ന് ഗവർണറോട് അഭ്യർത്ഥിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള അഴിമതികളും വെട്ടിപ്പുകളും പുറത്തു വന്നിട്ടും ബോർഡിന്റെ കാലാവധി നീട്ടി ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് കൊള്ളയടിച്ചവർക്ക് സംരക്ഷണം നൽകുമെന്ന സന്ദേശം കൂടിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബോർഡ് പുനഃസംഘടിപ്പിക്കാതെ നിലവിലെ അംഗങ്ങളെ തുടരാൻ അവസരമൊരുക്കുന്ന സർക്കാർ നീക്കം അപകടകരമാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വിനിയോഗിക്കേണ്ട ഒന്നാണ്. ഭരണഘടനാപരമായ സംവിധാനം ദുരുപയോഗം ചെയ്ത സംശയത്തിന്റെ നിലയിലുള്ള ബോർഡ് അംഗങ്ങൾക്ക് തുടരാൻ അവസരമൊരുക്കുകയാണ് സർക്കാർ എന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്നു. ആരോഗ്യവകുപ്പിൽ 202 ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കാനാണ് മന്ത്രിസഭാ യോഗ തീരുമാനം. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജിലും തസ്തികകൾ ഉണ്ടാകും. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന കമ്മീഷൻ പുനഃസംഘടിപ്പിച്ചു. ചെയർമാനായി ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജ് CN രാമചന്ദ്രൻ നായർ, അംഗങ്ങളായി തൃശൂർ സ്വദേശി സെബാസ്റ്റ്യൻ ചൂണ്ടൽ, കൊട്ടാരക്കര സ്വദേശി G രതികുമാർ എന്നിവർ കമ്മീഷൻ അംഗങ്ങളായും നിയമിച്ചു. ഗുജറാത്തിൽ നടന്ന 36ാമത് ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്ക് ഇൻക്രിമെന്റ് അനുവദിക്കാനും തീരുമാനമായി. നെല്ല് സംഭരണം പ്രതിസന്ധിയിലായിട്ടും സർക്കാർ വേണ്ട പോലെ ഇടപെടുന്നില്ല എന്നാണ് നെൽ കർഷകരുടെ പരാതി. മില്ലുടമകളുമായി മന്ത്രിമാർ നേരിട്ട് ചർച്ച നടത്തിയെങ്കിലും നടപടികൾ ഇഴയുകയാണെന്ന് ഇവർ ആരോപിക്കും. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷം 2 ദിവസത്തിനകം സംഭരണം തുടങ്ങുമെന്ന സർക്കാർ ഉറപ്പാണ് പാഴായത്. കർഷകരെ ചൂഷണം ചെയ്യാൻ മില്ലുടമകളെ അനുവദിക്കില്ലെന്നും ഭീഷണിക്ക് വഴങ്ങില്ലെന്നുമാണ് സർക്കാർ നിലപാട്. എന്നാൽ കൈകാര്യ ചെലവും നെല്ല് അരി അനുപാതം സംബന്ധിച്ചും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും അനുകൂല തീരുമാനം വന്നാലേ നെല്ലെടുക്കുവെന്ന നിലപാടിലാണ് മിൽ അസോസിയേഷൻ. അരി നിശ്ചിത അനുപാതത്തിലും കുറവെങ്കിൽ നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. ഇത് അംഗീകരിക്കാനും മില്ലുടമകൾ തയ്യാറായില്ല. 1 ക്വിന്റൽ നെല്ലെടുക്കുമ്പോൾ 68 കിലോ അരി നൽകണമെന്ന കേന്ദ്ര മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തി 64.5 കിലോയാക്കണമെന്നാണ് മില്ലുടമകളുടെ ആവശ്യം. എന്നാൽ കേന്ദ്ര മാനദണ്ഡത്തിൽ മാറ്റം വരുത്താൻ പരിമിതിയുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. നെല്ലിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ തയ്യാറാകാതെ അരിയുടെ നിലവാരം 3ലേറെ തവണ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര നിയമപ്രകാരം നെല്ലു സംഭരിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്നാണ് മില്ലുടമകൾ പറയുന്നത്. അതേസമയം സപ്ലൈകോ തലത്തിൽ മുന്നോട്ട് വെച്ച 100 കിലോഗ്രാം നെല്ലിന് 66.5 കിലോഗ്രാം അരി എന്ന അനുപാതം അംഗീകരിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഇതിനൊപ്പം നെല്ലു നീക്കത്തിനുള്ള ഗതാഗത നിരക്കും ലഭിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തും. 100 കിലോ നെല്ലിന് ഇത്രയും അരി ലഭിക്കില്ലെന്നാണ് മില്ലുടമകളുടെ വാദമെങ്കിലും നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉറപ്പു നൽകി സംഭരണം പുനഃസ്ഥാപിക്കാനാണ് സർക്കാർ നീക്കം. അമൃത ന്യൂസ്, ആലപ്പുഴ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുകയാണ്. കേരളം സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, കേരളം നിയമ വഴി തേടുകയാണ്. സർവകക്ഷി യോഗത്തിൽ പാർട്ടികൾ സ്വീകരിച്ച നിലപാട് എന്തൊക്കെയായിരുന്നു?
സർവകക്ഷി യോഗം അല്പം മുമ്പാണ് കഴിഞ്ഞത്. കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. നിയമ പോരാട്ടത്തിന് തന്നെ കേരളം തയ്യാറെടുക്കുകയാണ്. സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും BJP ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഏകകണ്ഠമായാണ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം സർവകക്ഷി യോഗത്തെ അറിയിക്കുകയായിരുന്നു. അതായത് ഈ രീതിയിൽ SIR-മായി, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നതിൽ നിരവധി അപാകതകളും അതോടൊപ്പം തന്നെ നിരവധി സംശയങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ സർക്കാരും ഒപ്പം തന്നെ പ്രതിപക്ഷവും സുപ്രീം കോടതി നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമായും പറയുന്നത് ഇതിൽ ഏറ്റവും സംശയം ജനിപ്പിക്കുന്നത് 2002 വോട്ടർ പട്ടിക, ആ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി SIR നടപ്പാക്കുന്നത് എന്ത് കാരണത്താലാണ് എന്നത്. 23 വർഷം മുമ്പുള്ള ഒരു വോട്ടർ പട്ടിക എങ്ങനെ SIR നടപ്പാക്കാനാകും? ഈ ഏറ്റവും ഒടുവിലത്തെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടിക നിലവിൽ നിൽക്കെ ആ വോട്ടർ പട്ടികയിലാണ് പരിഷ്കരണം നടപ്പാക്കേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ 23 വർഷങ്ങൾക്ക് മുമ്പുള്ള വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോൾ അതിനകത്ത് സംശയമുണ്ട്. തങ്ങളുടെ ഇഷ്ടാനുഷ്ഠരണം വോട്ടർ പട്ടിക പുതുക്കുക, അതാണ് കേന്ദ്രം ആലോചിക്കുന്നത്. ആ ഒരു നീക്കമാണ് SIR-ലൂടെ കേന്ദ്രം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഒരു ആരോപണം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി തന്നെ മറ്റൊരു ഭാഗത്ത് ഉദ്യോഗസ്ഥർ SIR-ന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകളടക്കം മുഖ്യമന്ത്രി യോഗത്തെ ധരിപ്പിച്ചു. അതുമാത്രവുമല്ല, ഈ ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന് വേറെ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളാണ് SIR-ലൂടെ നടപ്പാക്കാൻ പോകുന്നത്. അത് കേരളം ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഇതിനെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിന് പോകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. യോഗത്തിൽ പങ്കെടുത്ത BJP ഒഴികെയുള്ള എല്ലാ സർവ്വകക്ഷി നേതാക്കളും ഇതിനെ അനുകൂലിക്കുകയുണ്ടായത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ യോഗത്തെ അറിയിച്ചത് ഈ രീതിയിൽ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ UDF അതിൻ്റെ കൂടെ കക്ഷി ചേരാൻ സന്നദ്ധരാണ്. സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും യോഗത്തെ അറിയിച്ചത്. പ്രതിപക്ഷത്തു നിന്നും UDF നിരയിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, കേരള കോൺഗ്രസിൽ നിന്ന് PJ ജോസഫ് അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ എല്ലാ അംഗങ്ങളും തന്നെ കക്ഷി നേതാക്കളൊക്കെ തന്നെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. ഭരണകക്ഷിയിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തെ അറിയിച്ചത് ഇതിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ജനാധിപത്യത്തെ ലംഘിക്കാനും അട്ടിമറിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഈ SIR നടപ്പാക്കുന്നതിലൂടെ നീക്കം നടത്തുന്നത്. കേന്ദ്രം ഇതിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് എതിർക്കുക, ചെറുക്കുക, നിയമപരമായി പോരാടുക എന്ന് തന്നെയാണ് യോഗത്തിൽ പങ്കെടുത്ത CPM-നും CPI-യുടെ നേതാക്കളൊക്കെ തന്നെയും അറിയിച്ചത്. അതേസമയം BJP പ്രതിനിധീകരിച്ചുകൊണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഈ K സുരേന്ദ്രൻ SIR നടപ്പാക്കണമെന്നും അതിൻ്റെ സുതാര്യവും കാര്യക്ഷമമായും മുന്നോട്ട് പോകണമെന്നും വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിക്കണമെന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന SIR-മായി മുന്നോട്ട് പോകണമെന്നുള്ള നിലപാടാണ് K സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചത്. അതേസമയം സർവകക്ഷി യോഗത്തിൽ മുഴുവൻ അംഗങ്ങളും BJP പ്രതിനിധി ഒഴികെയുള്ള എല്ലാ അംഗങ്ങളും എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ പോരാട്ടം നടത്തുന്നു. അതും സുപ്രീം കോടതിയെ കേരളം സമീപിക്കുന്നു. ഇപ്പോൾ നിലവിൽ ബംഗാൾ, തമിഴ്നാട്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ കേരളവും SIR നടപ്പാക്കുന്നതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം സർവകക്ഷി യോഗത്തിൽ എടുത്തിരിക്കുകയാണ്. ശരിയാണ് ഫിൽട്ട്. എന്തായാലും SIR-ൽ കേരളം നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് കേരളത്തിൻ്റെ തീരുമാനം. സർവകക്ഷി യോഗത്തിലായിരുന്നു ഈ ഒരു തീരുമാനം ഉണ്ടായത്. കക്ഷി ചേരുമെന്ന് കോൺഗ്രസ് എന്തായാലും അറിയിച്ചിട്ടുണ്ട്. അതേസമയം യോഗത്തിൽ പങ്കെടുത്ത BJP നേതാക്കൾ തീരുമാനത്തെ എതിർക്കുകയാണ് ചെയ്തത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ആൻഫിലിഡ് ഡിസോസ. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷ ബഹളം. പിൻവാതിൽ നിയമനത്തെ ചൊല്ലി ബാനറുമേന്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. അജണ്ടകൾ പാസാക്കി കൗൺസിൽ പിരിഞ്ഞിട്ടും പ്രതിഷേധം തുടർന്നു. കോർപ്പറേഷൻ കൗൺസിലിൽ 268 അജണ്ടകൾ പാസാക്കേണ്ടതുണ്ടായിരുന്നു. 22ാമത്തെ അജണ്ട ചർച്ചയ്ക്കെടുത്തപ്പോഴായിരുന്നു പ്രതിപക്ഷ ബഹളമുയർന്നത്. കണ്ടിജന്റ് ജീവനക്കാരുടെ നിയമനത്തിലെ അപാകത ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പിൻവാതിൽ നിയമനത്തിനുള്ള നീക്കം അനുവദിക്കില്ലെന്ന ബാനറുമേന്തി പ്രതിപക്ഷ കൗൺസിലർമാർ മേയറുടെ ഡയസിന് മുമ്പിൽ മുദ്രാവാക്യം വിളികളോടെ നിലയുറപ്പിച്ചു. മേയറുടെ അസാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി മേയറായിരുന്നു കൗൺസിൽ നടപടികൾ നിയന്ത്രിച്ചിരുന്നത്. പ്രതിപക്ഷ ബഹളത്തിനിടെ 268 അജണ്ടകളും പാസാക്കി കൗൺസിൽ പിരിഞ്ഞു. വളരെ സുപ്രധാനമായ അജണ്ടകൾ ശ്രദ്ധിക്കാതിരിക്കാൻ, വഴിതിരിച്ചുവിടാൻ കണ്ടിജന്റ് നിയമനം ഈ ഘട്ടത്തിൽ നടത്തിയതാണല്ലോ, ഈ കൗൺസിൽ നടത്തിയതാണല്ലോ. അപ്പോൾ കൊച്ചിയിൽ വേറെ UDF-ആ, ഇവിടെ വേറെ UDF-ആ. ഹാളിന് പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വന്ന ലിസ്റ്റ് അത് ഏകപക്ഷീയമായി ഒരേ വീട്ടിൽ നിന്ന് 3 ആൾക്കടക്കം നിയമനം. എന്നിട്ടാണോ അവർ പറയുന്നത് ഇത് പ്രതിപക്ഷത്തിന്റെ വെറും ഗോഷ്ഠിയാണ്? ഇതിനിടെ മേയറുടെ ചേംബറിലെത്തിയ BJP കൗൺസിലർമാർ പ്രതിഷേധം അറിയിച്ചു. ബഹളമുണ്ടായപ്പോൾ സഭ നിർത്തിവെക്കാതെ അജണ്ടകൾ പാസാക്കിയത് അംഗീകരിക്കില്ലെന്നായിരുന്നു BJP നിലപാട്. കൗൺസിൽ അടുത്ത ദിവസവും തുടരും. അമൃത ന്യൂസ്, കോഴിക്കോട്.
തൃശൂർ വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെ എന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. അതേസമയം ബാലമുരുകനായുള്ള തെരച്ചിൽ തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നുവെന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ബാലമുരുകന്റെ വേഷം വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളുള്ള ഷർട്ടുമായിരുന്നു. ഇന്നലെ പുലർച്ചെ 2:30 വിയൂർ ജയിലിന് സമീപം പാടൂക്കാട് വെച്ചാണ് ബാലമുരുകനെ അവസാനമായി കണ്ടത്. അതേസമയം വിയൂർ മണലാർ റോഡ് പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. വിയൂർ പോലീസിനൊപ്പം തമിഴ്നാട് പോലീസും തിരച്ചിൽ നടത്തി. പ്രദേശത്തു നിന്നും ഇന്നലെ രാത്രി ഒരു സ്കൂട്ടർ മോഷണം പോയിരുന്നു. സമാജ റോഡിലെ താമസക്കാരനായ TK സുരേന്ദ്രന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. ബാലമുരുകനാണോ ഇതിന് പിന്നിലെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ അവിടെയും അന്വേഷണം ഊർജിതമാണ്. അമൃത ന്യൂസ്, തൃശൂർ. വർക്കലയിൽ ട്രെയിനിൽ അതിക്രമത്തിനിരയായ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. തലച്ചോറിൽ ക്ഷതമുള്ളതിനാൽ ആരോഗ്യനില വീണ്ടെടുക്കാൻ സമയമെടുത്തേക്കും. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ശ്രീകുട്ടിയും സുഹൃത്ത് അർച്ചനയും കേസിലെ പ്രതിയായ സുരേഷ് കുമാറും തമ്മിൽ വാക്കുതർക്കമുണ്ടായ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. ട്രെയിനിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം വർദ്ധിച്ചതോടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ നടപടി തുടങ്ങി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. മദ്യപാനികളെ തിരിച്ചറിയാൻ ബ്രീത്ത് അനലൈസിംഗ് നടത്താനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അധികൃതരുടെ നീക്കം. മദ്യം കഴിച്ചു എന്ന് തെളിഞ്ഞാൽ യാത്ര വിലക്കാനാണ് തീരുമാനം. ട്രെയിനിൽ യാത്രക്കാർ അധികമുള്ള വൈകുന്നേരങ്ങളിൽ ഉൾപ്പെടെ സ്ലീപ്പർ ജനറൽ കോച്ചുകളിൽ മദ്യപിച്ച ആളുകൾ യാത്ര ചെയ്യുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിനിടെയാണ് തിരുവനന്തപുരത്ത് കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യവേ മദ്യപിച്ചെത്തിയ സുരേഷ് കുമാർ പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തിയത്. ഇതിന് പിന്നാലെയാണ് കർശന നടപടികളുമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ രംഗത്ത് വന്നത്. മദ്യപാനികളെ തിരിച്ചറിയാൻ ബ്രത്തലൈസർ പരിശോധന നടത്താനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അധികൃതരുടെ നീക്കം. RPFും റെയിൽവേ പോലീസും ചേർന്ന് കവാടത്തിലും പ്ലാറ്റ്ഫോമിലും ട്രെയിനിനുള്ളിലുമെല്ലാം പരിശോധന നടത്തും. മദ്യം കഴിച്ചെന്ന് തെളിഞ്ഞാൽ അവരുടെ യാത്ര വിലക്കാനാണ് തീരുമാനം. ഇനി 2 ആഴ്ചത്തേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇതാണ് നടപടി. അതേസമയം റെയിൽവേ ഉദ്യോഗസ്ഥരുടെ പുതിയ തീരുമാനം സ്വാഗതം ചെയ്യുകയാണ് വനിതാ യാത്രക്കാർ. അമൃത ന്യൂസ്, കണ്ണൂർ. മന്ത്രി സജി ചെറിയാനെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ല എന്ന വേടൻ. മന്ത്രി തന്റെ സംഗീതത്തിന് വലിയ പിന്തുണ നൽകുന്നയാളാണ്. താൻ മന്ത്രിക്കെതിരെ പറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടു. ഇക്കാര്യം തന്നെ വേദനിപ്പിക്കുന്നുവെന്നും വേടൻ പറഞ്ഞു. ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു സ്വതന്ത്ര കലാകാരന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത്. അതിനെന്നെ സഹായിക്കുകയും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഈ സന്തോഷത്തിന്റെ ഇടയിലും ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാറ് എന്നെ അപമാനിച്ചതായിട്ടും ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞതായിട്ടും വരുന്ന വാർത്തകളാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി. അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പിന്നെ ഈ പുരസ്കാരം എനിക്കും എന്നെ പോലെയുള്ള ഇൻഡിപെൻഡന്റ് കലാകാരന്മാരായിട്ടുള്ള ഒരുപാട് പേർക്കും പുതിയ സംഗീതമുണ്ടാക്കാനും നല്ല എഴുത്തുകൾ എഴുതാനും സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ നന്ദിയുണ്ട്. തമിഴക വെற்றிക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ തീരുമാനിച്ചു. മഹാബലിപുരത്ത് ചേർന്ന TVK ജനറൽ കൗൺസിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രമേയം പാസാക്കിയത്. DMK സഖ്യശ്രമങ്ങൾ TVK തള്ളിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് തന്നെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതേസമയം തമിഴ്നാട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പടയൊരുക്കത്തിലാണ് TVK. കരൂർ ദുരന്തത്തിന് പിന്നാലെ TVK പാർട്ടിയുമായും വിജയുടെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടാണ് TVKയുടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ദുരന്തത്തിന് ശേഷം TVKയ്ക്ക് തനിച്ച് നിലനിൽപ്പില്ലെന്ന് വരെ നിരീക്ഷണങ്ങൾ വന്നിരുന്നു. പിന്നാലെയാണ് സഖ്യശ്രമങ്ങളെല്ലാം തന്നെ തള്ളിക്കൊണ്ട് TVKയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിന്റെ നിർണായക തീരുമാനമുണ്ടായത്. അതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ ആരോപണവുമായി TVK നേതാവ് വിജയ് രംഗത്തെത്തി. കരൂർ ദുരന്തം രാഷ്ട്രീയവൽക്കരിക്കില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞതെന്നും എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി എന്താണ് പ്രസംഗിച്ചതെന്നും വിജയ് ചോദിച്ചു. തമിഴ്നാട്ടിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും വിജയ് കൂട്ടിച്ചേർത്തു.
இப்ப நாங்க கேட்டோமே இந்த சில கேள்விகள்லாம், இதெல்லாம் நான் கேட்கல, சுப்ரீம் கோர்ட் கேட்டிருக்கு. இதனால என்ன புரிய வருது? இந்த கவர்மெண்ட் நடத்துற அந்த விசாரணை மேல சந்தேகம் ஏற்படுதுன்னா அதுக்கு என்ன அர்த்தம்? உங்க மேல நம்பிக்கை இல்லைன்னு அர்த்தம். இதெல்லாம் ஏன் எதுக்காகன்னு முதல்வர் அவர்களுக்கு புரியுதா? കരൂർ ദുരന്തത്തിന് കാരണം സ്റ്റാലിനും DMK-യുമാണെന്നും വിജയ് കുറ്റപ്പെടുത്തി. 2026 മത്സരം DMK-യും TVK-യും തമ്മിൽ മാത്രമാണ്. 100% വിജയമുണ്ടാകുമെന്നും വിജയ് പറഞ്ഞു. ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും വിജയ് കുറ്റപ്പെടുത്തി. തന്റെ പാർട്ടിയുടെ റാലികളിൽ അന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നും വിജയ് ആരോപിച്ചു. நமக்கு வந்திருக்கிற இந்த இடையூறு வெறும் டெம்பரவரி மட்டும்தான். எல்லாத்தையும் தகர்த்தெறிவோம், மக்களோட கை கோர்த்து நிப்போம், மக்களோட களத்துல போய் நிப்போம். நம்ம பயணத்துல தடம் மாறவே മാട്ടോം. നിർവാഹക സമിതി രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ പ്രധാന യോഗമാണിത്. പാർട്ടി ഘടന ദുർബലമാണെന്നും സഖ്യം അനിവാര്യമാണെന്നുമുള്ള വിലയിരുത്തലിനിടയിലാണ് യോഗം ചേർന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനിക്ക് ചരിത്ര വിജയം. ന്യൂയോർക്കിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാകുകയാണ് 34-കാരനായ മംദാനി. ട്രംപിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ ഗവർണറുമായ ആൻഡ്രൂ കുമോയെയാണ് മംദാനി പരാജയപ്പെടുത്തിയത്. ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സൊഹ്റാൻ മംദാനി വിജയിച്ചു. തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ വ്യക്തമായ ലീഡ് മംദാനി നിലനിർത്തിയിരുന്നു. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനും കമ്മ്യൂണിസ്റ്റുമാണ് മംദാനി. ഇന്ത്യൻ സംവിധായക മീര നായരുടെ മകനാണ്. മുൻ ഗവർണർ ആൻഡ്രൂ കുമോയെയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലിവയെയും പരാജയപ്പെടുത്തിയാണ് ന്യൂയോർക്ക് സിറ്റിയുടെ 111ാമത്തെ മേയറായി മംദാനി സ്ഥാനമുറപ്പിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം മതവിഭാഗത്തിൽ നിന്നും ഒരാൾ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ന്യൂയോർക്കിൽ ഇതുവരെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കൂടിയാണ് മംദാനി. വിർജീനിയയ്ക്ക് പുറമെ ന്യൂജേഴ്സി ഗവർണർ തിരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് വിജയം. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മിക്കി ഷെറിൽ ആണ് ന്യൂജേഴ്സി ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ജാക്ക് സിയാറ്ററെല്ലിയെയാണ് മിക്കി ഷെറിൽ പരാജയപ്പെടുത്തിയത്. വെർജീനിയയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഗവർണറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അബിഗെയിൽ സ്പാൻബർഗർ എത്തുന്നു. ഗവർണർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിൻസം എ ലീ സീയേഴ്സിനെയാണ് അബിഗെയിൽ പരാജയപ്പെടുത്തിയത്. വെർജീനിയയുടെ ആദ്യ വനിതാ ഗവർണർ കൂടിയാണ് അബിഗെയിൽ. അതേസമയം ന്യൂജേഴ്സിയിലും വെർജീനിയയിലുമെല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിജയം ട്രംപിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം സൊഹ്റാൻ മംദാനിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് ശ്രദ്ധേയമായിരുന്നു. മംദാനി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഫെഡറൽ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മേയറായി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിന് അത് വലിയ വിപത്താകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിരുന്നാലും പ്രവചനങ്ങളെല്ലാം മംദാനിക്ക് അനുകൂലമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ് സൊഹ്റാൻ മംദാനി എന്ന വിമർശനവും ട്രംപ് പലതവണ ഉയർത്തിയിരുന്നു. മംദാനി കടുത്ത കമ്മ്യൂണിസ്റ്റാണെന്നും ന്യൂയോർക്കിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു ട്രംപിന്റെ വിമർശനം. ന്യൂസ് ഡെസ്ക് അമൃത TV. ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം. ഹമാസിനെ നശിപ്പിക്കുന്നത് തുടരുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. ടണലുകൾ തകർക്കുമെന്നും ഗാസയെ നിരായുധീകരിക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗാസയിൽ ഇസ്രയേൽ ഇപ്പോഴും വ്യോമാക്രമണം നടത്തുന്നുണ്ട്. തെക്കൻ ഗാസയിലെ പല മേഖലകളിലും റെയ്ഡുകളും ഷെല്ലാക്രമണവും ശക്തമാണ്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പാരീസിലെത്തിയ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിക്ക് ഫെറം ഡ്യുപ്ലെസിസിലെ ആശ്രമത്തിൽ ഹൃദ്യമായ സ്വീകരണം. ആശ്രമത്തിന്റെ ഭാഗമായ വൃദ്ധസദനവും അമ്മ സന്ദർശിച്ചു. തുടർന്ന് 3 ദിവസത്തെ പരിപാടികൾക്കായി അമ്മ ഷാർട്രയിലെത്തി. എക്സ് ആൻഡ് പ്രൊവിസിലെ 3 ദിവസത്തെ പരിപാടി പൂർത്തിയാക്കിയ ശേഷം അല്പം പോലും വിശ്രമിക്കാതെയാണ് അമ്മയും സംഘവും പാരീസിനടുത്തുള്ള ഫെം ഡ്യുപ്ലെസിസിലെ ആശ്രമത്തിൽ എത്തിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചരിത്രപ്രസിദ്ധമായ സ്ഥലം വാസ്തുവിദ്യാപരമായി ഏറ്റവും ശ്രദ്ധേയമായ അമ്മയുടെ ആശ്രമങ്ങളിൽ ഒന്നാണ്. പാരീസിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഫെം ഡ്യുപ്ലെസിസ് ഫ്രാൻസിലെ ആശ്രമ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ജീവകാരുണ്യ, ആധ്യാത്മിക, പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത്. ധ്യാനം, യോഗ, റിട്രീറ്റ് പരിപാടികൾ എന്നിവയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനൊപ്പം ഒരു ഇക്കോ വില്ലേജ് പദ്ധതിയും ഇവിടെ വികസിപ്പിച്ചു വരുന്നു. ഒരു കാലത്ത് യുദ്ധവും സംഘർഷവും കൊണ്ട് അടയാളപ്പെടുത്തിയ ഇവിടം ഇന്ന് അമ്മയുടെ കാരുണ്യത്തിന്റെ സന്ദേശം പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു.
ഒരു മാതൃകാ പാരിസ്ഥിതിക കേന്ദ്രമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ആശ്രമം നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് നോക്കി നടത്തുന്നത്. ഭക്തരെയാകെ ആനന്ദത്തിലാഴ്ത്തിക്കൊണ്ട് അമ്മ ആശ്രമത്തിലെ കുളത്തിൽ തോണി തുഴഞ്ഞപ്പോൾ ഏവർക്കും കൗതുകമായി. ആശ്രമത്തിനടുത്ത് പുതുതായി സ്ഥാപിച്ച വൃദ്ധസദനവും അമ്മ സന്ദർശിച്ചു. അമ്മ എത്തിയപ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ മനോഹരമായ ഒരു മഴവില്ല് തെളിഞ്ഞത് അമ്മയെ പ്രകൃതി ഊഷ്മളമായി സ്വാഗതം ചെയ്തതുപോലെയായി. അമ്മയുടെ അപ്രതീക്ഷിത സന്ദർശനം അന്തേവാസികൾക്ക് കൗതുകവും അനുഗ്രഹവുമായി. അമ്മ ഓരോരുത്തരെയും നിഷ്കളങ്കമായ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തപ്പോൾ അവർ വികാരാധീനരായി. പ്രധാന ഹാളിൽ അമ്മ പൂജ നടത്തുകയും ഫ്രഞ്ച് ഭജനകൾ ആലപിക്കുകയും ചെയ്തു. അമ്മയുടെ മാനവിക ദൗത്യം ഇന്ന് 6 ഭൂഖണ്ഡങ്ങളിലായി 60-ലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ഓരോ കേന്ദ്രവും നിസ്വാർത്ഥ സേവനമെന്ന അമ്മയുടെ ദർശനം ഉൾക്കൊള്ളുന്നവയാണ്. അമ്മ പലപ്പോഴും പറയാറുള്ളതുപോലെ ഒരു കേന്ദ്രമെന്നത് കേവലം അചേതനമായ കെട്ടിടങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും മരങ്ങളുടെയും താമസ സ്ഥലങ്ങളുടെയും ഒരു കൂട്ടമല്ല, മറിച്ച് അത് സജീവവും ചലനാത്മകവും ജീവസുറ്റതുമായ ഒരു സ്ഥാപനമാണ്. ഈ ചൈതന്യം അമ്മയുടെ ഫ്രാൻസ് ആശ്രമത്തിൽ പ്രകടമായിരുന്നു. തുടർന്ന് അമ്മയും സംഘവും ഫ്രാൻസിലെ ഷാട്രയിലേക്ക് യാത്ര തിരിച്ചു. ആയിരക്കണക്കിന് ഭക്തർ അമ്മയെ ഒരു നോക്ക് കാണാൻ അവിടെ ഒത്തുകൂടിയിരുന്നു. അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും നടന്നു. എല്ലാവർക്കും അമ്മ പ്രസാദവും വിതരണം ചെയ്തു. ഷാട്രയിലെ അമ്മയുടെ ത്രിദിന പരിപാടി തുടരുകയാണ്. യൂറോപ്പിന്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് അമ്മ ദർശനം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.